സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025-26 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 43 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകുവാനാണ് തീരുമാനിച്ചത്? സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകുവാനാണ് തീരുമാനിച്ചത്? നീലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നീല. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഭാർഗവാസ്ത്രയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭാർഗവാസ്ത്ര. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്രം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഓപ്ഷൻ സി 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 മെയ് 2. ലോകത്തിലെ ആദ്യ ചിക്കൻ ഗുനിയ വാക്സിനായ ഇക്സ്ചിക് വികസിപ്പിച്ചെടുത്തത് ഏത് കമ്പനിയാണ്? ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിനാണ് ഇക്സ്ചിക്. ഇക്സ്ചിക് വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ് എന്നതാണ് ചോദ്യം. വൽനേവയാണ്. ഓപ്ഷൻ ബി വൽനേവ. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിനായ ഇക്സ്ചിക് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? വൽനേവ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ഓപ്ഷൻ എ ഹാർട്ട് ലാമ്പ്. ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ H.V. ഈശ്വർ. ഡോക്ടർ H.V. ഈശ്വറിനാണ് ആദ്യത്തെ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ H.V. ഈശ്വർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേര്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞമാണ്. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201 കൽപ്പന 3201 മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചത്. ബഹിരാകാശ ദൗത്യങ്ങൾക്കായിട്ട് വിക്രം 3201 എന്നതും കൽപ്പന 3201 എന്നതും എന്ന മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചത് ISRO ആണ്. ഓപ്ഷൻ ബി ISRO. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ? യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ: ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവയാണ്. ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 ലോകാരോഗ്യ ദിന പ്രമേയം. 2025 ലോകാരോഗ്യ ദിന പ്രമേയം: ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് 2025 ലോകാരോഗ്യ ദിന പ്രമേയം. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ.
ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1-നാണ് ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. 2024 ജൂലൈ 1. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് മറാഠി, ബംഗാളി, ആസാമീസ്, തുളു എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തുളുവാണ്. തുളു. ഓപ്ഷൻ ഡി തുളു. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം? ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡർ? ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. GI പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം? GI പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏത്? കണ്ണാടിപ്പായയാണ്. കണ്ണാടിപ്പായം. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് തെരഞ്ഞെടുത്തത്? ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് ഗ്ലോബൽ ഫിനാൻസ് തെരഞ്ഞെടുത്തത് SBI ആണ്. SBI. ഓപ്ഷൻ സി SBI. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റീത്ത ശർപ്പയാണ്. കാമി റീത്ത ശർപ്പ. പിന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കാമി റീത്ത ശർപ്പ എത്ര തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത് എന്ന് കമൻറ്റ് ചെയ്യുക. കാമി റീത്ത ശർപ്പ എത്ര തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്? അടുത്ത ചോദ്യം, അത്രമേൽ അപൂർണം എന്ന പുസ്തകം രചിച്ചത്? പുസ്തകത്തിന്റെ പേര് അത്രമേൽ അപൂർണം. രചിച്ചത് ആര്? ശ്രീകാന്ത് കോട്ടയ്ക്കൽ. അത്രമേൽ അപൂർണം എന്ന പുസ്തകം രചിച്ചത് ശ്രീകാന്ത് കോട്ടയ്ക്കൽ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രീയമായ പരിശീലനം നൽകുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ഏത്? സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രീയമായ പരിശീലനം നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം? മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര്? ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശിവശക്തി പോയിന്റ്. കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല? കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്തത് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്തത് കേരള ഡിജിറ്റൽ സർവകലാശാല. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്? കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിജയ് ദുർഗ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. 2026 കാർഷിക വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2026 കാർഷിക വർഷമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2025 IPL കിരീടം നേടിയ ടീം? 2025 IPL കിരീടം നേടിയ ടീം
റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2025 IPL കിരീടം നേടിയ ടീം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2025 51ാമത് G7 ഉച്ചകോടി വേദി. 2025 51ാമത് G7 ഉച്ചകോടി വേദി കാനഡയാണ്. കാനഡ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ ആദിവാസി കോളനി. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ ആദിവാസി കോളനി നടുപ്പതിയാണ്. നടുപ്പതി. 2025 ജൂൺ 12 ബോയിങ് 787 വിമാനം തകർന്നു ദുരന്തമുണ്ടായ സ്ഥലം. 2025 ജൂൺ 12 ബോയിങ് 787 വിമാനം തകർന്ന് ദുരന്തമുണ്ടായ സ്ഥലം എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന വേദി. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന വേദിയായത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. KH ഹുസൈൻ രൂപകൽപ്പന ചെയ്ത ബഹദൂർ അക്ഷരങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? KH ഹുസൈൻ രൂപകൽപ്പന ചെയ്ത ബഹദൂർ അക്ഷരങ്ങൾ പുതിയ ലിപിയാണ്. പുതിയ ലിപിയാണ് ബഹദൂർ അക്ഷരങ്ങൾ. ഡിസൈൻ ചെയ്തത്, രൂപകൽപ്പന ചെയ്തത് KH ഹുസൈൻ. വിരമിച്ച വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തുവാനുള്ള വിസ്ഡം ബാങ്ക് പദ്ധതി ആരുടേതാണ്? വിരമിച്ച വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വിസ്ഡം ബാങ്ക് പദ്ധതി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റേതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം. കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം അമ്പലവയൽ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. 3 വർഷം. സോം എന്ന നിഘണ്ടു ഏത് ഭാഷയിലുള്ളതാണ്? സോം എന്ന നിഘണ്ടു ഏത് ഭാഷയിലുള്ളതാണ്? കുമ്മറയാണ്. കുമ്മറ ഭാഷാ നിഘണ്ടുവാണ് സോം. കുമ്മറ. 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞൻ. 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞൻ മസാക്കി കഷിവാര. മസാക്കി കഷിവാര. 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാണ് മസാക്കി കഷിവാര. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്ക് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്ക് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M.R. രാഘവ വാര്യർ. ഡോക്ടർ M.R. രാഘവ വാര്യർ. കേരള ജ്യോതി പുരസ്കാരം ഏത് മേഖലയിലാണ്? വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്ക്. ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ M.R. രാഘവ വാര്യർ. 2025 കേരള ശ്രീ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകൻ. കേരള ശ്രീ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകനാണ് ശശികുമാർ. ഓപ്ഷൻ എ ശശികുമാർ. 2025 കേരള ശ്രീ പുരസ്കാരം നേടിയ വിദ്യാഭ്യാസ വിദഗ്ധൻ. കേരള ശ്രീ പുരസ്കാരം ഷഹൽ ഹസൻ മുസ്ലിയാർ. ഷഹൽ ഹസൻ മുസ്ലിയാർ. സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്ന് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്ന് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് M.K. വിമൽ ഗോവിന്ദ്. M.K. വിമൽ ഗോവിന്ദ്. ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് വിവിധ മേഖലകളിൽ തിളങ്ങിയ 2025 കേരള ശ്രീ ജേതാവ്. ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് വിവിധ മേഖലകളിൽ തിളങ്ങിയ 2025 കേരള ശ്രീ ജേതാവ് ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. 2025 പത്മശ്രീ ലഭിച്ച മലയാളിയായ പ്രശസ്ത സംഗീതജ്ഞ. 2025 പത്മശ്രീ ലഭിച്ച മലയാളിയായ പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ K. ഓമനക്കുട്ടിയമ്മ. ഡോക്ടർ K. ഓമനക്കുട്ടിയമ്മ. 2025 ഓസോൺ ദിന പ്രമേയം
ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക് 2025 ഓസോൺ ദിന പ്രമേയം ശാസ്ത്രത്തിൽ നിന്നും ആഗോള പ്രവർത്തനത്തിലേക്ക്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയ. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര്? ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് വീണ്ടും നിയമിതനായത് ആർ വെങ്കട്ടരമണിയാണ്. ആർ വെങ്കട്ടരമണി. അവസാനത്തെ ചോദ്യമാണ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ ലക്ഷ്യം വെച്ച് US നടത്തിയ സൈനിക നീക്കം. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ ലക്ഷ്യം വെച്ച് US നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ ലക്ഷ്യം വെച്ച് US നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്